മുനമ്പം സമരവേദിയിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ കാണുന്ന പോസ്റ്ററുകൾക്ക് മുനമ്പം സമരവേദി ലോകം മുഴുവൻ അറിയിക്കുന്ന പോസ്റ്ററുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ഹരികൃഷ്ണനെയാണ്. നമ്മളെല്ലാവരും കാണുന്നുണ്ട് പോസ്റ്ററുകൾ, അതും വളരെ മനോഹരമായിട്ട് ആൾക്കാർക്ക് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കുന്നതിന് പുറകിൽ ഹരികൃഷ്ണനാണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. ഈ മുനമ്പം സമരവേദിയിലോട്ട് എത്തിച്ചേരാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഈ ഒരു വഖഫ് അധിനിവേശത്തിൽ ഉൾപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണോ ഹരികൃഷ്ണൻ വരുന്നത്? അതെ, ഞങ്ങളുടെ കുടുംബം ഇതിൽപ്പെടുന്നതാണ്. അപ്പം പിന്നെ ബെന്നിച്ചേട്ടനാണ് എനിക്കിങ്ങനെ ഓരോ സഹായങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കുന്നൊക്കെ പറഞ്ഞത്. അപ്പം ഒരു ആദ്യമായിട്ട് ചെയ്യണതിൻ്റെ ഒരു ഇതുണ്ടായി. പിന്നെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് വീണ്ടും ചെയ്യാൻ ഒരു ഇത് കിട്ടി. ഹരികൃഷ്ണൻ ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, എല്ലാവരിലേക്കും എത്തുന്നുണ്ട്. അപ്പോൾ ഈ പഠനത്തിൻ്റെ ഇടയ്ക്ക് എന്താണ് പഠിച്ചത്? ഞാൻ +2 കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. എല്ലാവരുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? അത് ഈ സമയത്തിന് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കും മുനമ്പം സമരവേദിയുടെ ഭാഗമാകാൻ സാധിക്കുന്നുണ്ടല്ലോ, അതിലെന്താണ് പറയാനുള്ളത്? അതിപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഉള്ളൂ ഞങ്ങൾക്ക് പറയാനായിട്ട്. അപ്പോൾ എനിക്കങ്ങനെ അധികമായിട്ടൊട്ടും സംസാരിക്കാറില്ല. പിന്നെ അച്ഛൻ ചേട്ടന്മാരൊക്കെ പറയണ്ടല്ല, ഞങ്ങളെ പെട്ടെന്ന് ഇങ്ങനെ എല്ലാവരും ഇറങ്ങണമെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ അതിനുവേണ്ടിയാണ് പൈസ മറ്റൊക്കെ. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം നമ്മുടെ ഒപ്പം ഹരികൃഷ്ണൻ്റെ അച്ഛനും ഉണ്ട്. ചേട്ടൻ്റെ പേരെന്താണ്? ഷിബു. ഇവിടെ അടുത്ത് തന്നെയല്ലേ താമസിക്കുന്നത്? അപ്പോൾ എങ്ങനെയാണ് മകൻ്റെ ഈ ഒരു കഴിവ് നമ്മുടെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തിൽ ഉപയോഗപ്പെടുത്താമെന്നുള്ളൊരു ചിന്ത വന്നത്? അത് ഈ സമരസമിതിയുടെ ആൾക്കാർ തന്നെ ഇവനിങ്ങനെ ഇതിനാണ് പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഓരോ കാര്യങ്ങൾ ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ച് നോക്കി അങ്ങനെ റെഡിയായി വന്നതാണ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ സമരം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ നാളുകളായി. അപ്പോൾ നിങ്ങളൊരു പ്രതീക്ഷയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. സർക്കാരിൻ്റെയും മറ്റുള്ളവരുടെയും ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം എങ്ങനെയാണ്? സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇതിപ്പോൾ ഒരു തണുത്ത പ്രതികരണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്തി തരാനും എന്തെങ്കിലും ലോണൊക്കെ എടുക്കാനും ഇതുപോലെ തന്നെ ഇവനെന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോണൊക്കെ എടുത്ത് റെഡിയാക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇതൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ റവന്യൂ അവകാശങ്ങളൊക്കെ പുനഃസ്ഥാപിച്ച് കിട്ടണമെന്നുള്ള വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു തീരദേശ ജനതയാണ് മുനമ്പം ജനത. പക്ഷേ അതേസമയം വഖഫ് അതൊന്നും അവരുടെ ഒരു അധിനിവേശം വളരെയധികം നിങ്ങളെ ബാധിച്ചിട്ടുമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ സർക്കാരിനോട് എന്താണ് പറയാനുള്ളത്? സർക്കാരിനോട് ഞങ്ങളുടെ ഈ അവകാശങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഇതൊന്ന് നേരെയാക്കി തരണം. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു ആവശ്യമാണ് സർക്കാരിനോട് പറയാനുള്ളത്. പിന്നെ ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ലോൺ എടുക്കാനും പിന്നെ ഇവിടുന്ന് വിട്ടു പോണ കാര്യത്തെപ്പറ്റി ചിന്തിക്കുക വേണ്ട. ഇവിടുന്ന് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കണമില്ല. ഞങ്ങളുടെ ഈ നാടും ഈ പള്ളിയും ഇപ്പോൾ തീരദേശവും വിട്ട് വേറെ എങ്ങും പോയി ജീവിക്കാനുള്ളൊരു ഇത് ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഇവിടെ തന്നെ ജീവിക്കുള്ളൂ. ഒരു തീരദേശ ജനതയിലെ സാധാരണക്കാരൻ്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. ഹരികൃഷ്ണനിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ, ഹരികൃഷ്ണൻ ഒത്തിരി പേരുടെ ഇതുപോലെ നമ്മുടെ അടുത്ത് ബുദ്ധിമുട്ടുന്നവർ ഒത്തിരി അധികം ആൾക്കാരുണ്ട്. അവർക്കെല്ലാം സപ്പോർട്ടായിട്ട് ഹരികൃഷ്ണൻ്റെ ഒരു പ്രവൃത്തി, അതായത് ഗ്രാഫിക്സിലൂടെ ഹരികൃഷ്ണൻ നടത്തുന്ന വലിയൊരു കാര്യമാണ്. ഇത്തരത്തിൽ മുന്നോട്ട് വരാനുള്ള ഒരു പ്രചോദനം ആരിൽ നിന്നാണ് ആദ്യം ഉണ്ടായത്, ഈ ഒരു ഗ്രാഫിക് ഡിസൈനിങ്ങിലേക്ക് വരാനുള്ളത്? അത് ഞാൻ മുമ്പ് 10 പഠിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഡിസൈനിങ് അങ്ങനെ ആർട്ട് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ ചെറുതായിട്ടൊക്കെ വരയ്ക്കുമ്പോഴും എൻ്റെ ഒരു മാമനും ഡിസൈനറാണ് ഗ്രാഫിക്സ്. അപ്പോൾ പുള്ളിയുടെ ഒരു സപ്പോർട്ടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്താലും ആദ്യം അയച്ചു കൊടുക്കണം പുള്ളിക്കാണ്. പുള്ളി അറിയാം കൊള്ളാട, അല്ലെങ്കിൽ ഇത് കുറച്ച് അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് തരാറുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഒരു സപ്പോർട്ടും പിന്നെ ഇവിടുന്ന് ബെന്നിച്ചേട്ടനാണ് ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കുന്ന ഒരു അവസരം തന്നത്. അപ്പോൾ പുള്ളിയുടെ ഒരു സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ പിന്നെ വീട്ടുകാരുടെ പിന്നെ പറയേണ്ട ആവശ്യമില്ല, അച്ഛനമ്മയും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു നോക്കിയാണ്. ഈ കളർ സെലക്ഷനൊക്കെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? സത്യം പറഞ്ഞാൽ അത് ഒരു വീഡിയോസൊക്കെ നോക്കി തന്നെയാണ് ഞാൻ നമ്മുടേതായിട്ട് തിരഞ്ഞെടുക്കും. പിന്നെ കൂടുതലും അവർ തന്നെ ആ ചേട്ടനാണ് എന്നോട് കൂടുതലും കളർ അങ്ങനെ കൊടുത്തോക്കാം ഇങ്ങനെ കൊടുത്തോക്കാം എന്നൊക്കെ പറയണം. അപ്പോൾ കസ്റ്റമറിൻ്റെ ഒരു രീതിക്കനുസരിച്ച് തന്നെ ചെയ്തു കൊടുക്കുന്നു.
ഇതിനുള്ള സമയമൊക്കെ എങ്ങനെയാണ് ക്രമിക്കുക? അതായത് പെട്ടെന്നായിരിക്കും പിറ്റേ ദിവസം ഒരു സമരം ഉണ്ടാവുക, അല്ലെങ്കിൽ അടുത്ത മണിക്കൂറിൽ ഇവിടെ അടുത്ത ആൾക്കാരെത്തുന്നു. അതിനുള്ള സമയമൊക്കെ എങ്ങനെയാണ് ക്രമീകരിക്കുന്നത്? സമയം ഞാൻ ക്ലാസ്സിൽ നമ്മുടെ ടൈമിലാണ് പോണത്. അപ്പോൾ ഡെയിലി പോകണമെങ്കിൽ പോകും, പക്ഷെ ഡെയിലി പോകാൻ പറ്റാറില്ല. അപ്പോൾ ആ സമയമൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കും, വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ടൈമിലായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ പറയണം. അപ്പോൾ പെട്ടെന്ന് പറ്റണ പോലെയൊക്കെ ചെയ്തു കൊടുക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് അവർ ഓക്കെ പറയാം, അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് വല്ലതും മാറ്റങ്ങൾ വരുത്തണോ എന്നൊക്കെ ചോദിച്ച് അപ്പോൾ അവർ പറഞ്ഞിട്ട് അതനുസരിച്ച് ഞാൻ ചെയ്തു കൊടുക്കും. ഹരികൃഷ്ണന് ഇത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സർക്കാരിനോട് എന്താണ് പറയാനുള്ളത്? ഈ മുനമ്പം ജനതയുടെ ഒരു ദുരവസ്ഥ കണ്ടിട്ടും സമരം നീട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിനോട് എന്താണ് പറയാനുള്ളത്? അല്ല, ഇപ്പം തന്നെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ എത്രയും പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് ശരിയാക്കി തരണം തന്നെയാണ് പറയാനുള്ളത്. ഞങ്ങൾ ചെറുപ്പം എനിക്കിപ്പോൾ 20 വയസ്സുണ്ട്. അപ്പോൾ ഇത്രയും കൊല്ലങ്ങൾ ഞങ്ങൾ ഇവിടെയും താമസിച്ചുകൊണ്ട് ഇരുന്നത്. പെട്ടെന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ പോകാമെന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമില്ല. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ ഒരു ഭൂരിഭാഗം പേരും, അച്ഛനടക്കം എൻ്റെ ഭൂരിഭാഗം പേരും ഇവിടുത്തെ കടലിൻ്റെയും ഹാർബറിനെയൊക്കെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. പെട്ടെന്ന് അവരെ കൊണ്ട് അങ്ങനെ പോകാൻ സാധിക്കില്ല. അപ്പോൾ മാറാൻ പറ്റില്ല എന്ന് തന്നെയാണ് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരാൻ തന്നെയാണ് സർക്കാരിനോട് പറയുന്നത്.